Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ, അതായത് -5, -8, -10, -30 ഒരു നെഗറ്റീവ് വാല്യൂവിൻ്റെ ബൈനറി എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റിജറിലാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 4 ബൈറ്റ് സൈസ് ഉണ്ടായിരിക്കും. പകരം ക്യാരക്ടറിലാണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും സൈസ്. അപ്പോൾ ഇൻറ്റിജറിലാണെങ്കിൽ 32 ബിറ്റ്സ് ഉണ്ടായിരിക്കും, ക്യാരക്ടറിലാണെങ്കിൽ 8 ബിറ്റ് ആയിരിക്കും. നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ക്യാരക്ടറിലാണ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടറാണ് ഞാൻ എടുക്കുന്നത്. അതിന്റെ സൈസ് പറഞ്ഞാൽ എത്രയാണ്? 1 ബൈറ്റ് ആണ്. ഞാൻ ക്യാരക്ടറിലാണ് ഈ സംഖ്യകൾ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം എടുക്കേണ്ടത് -5. ഇതിന്റെ ബൈനറിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ -5 പകരം 5ന്റെ ബൈനറി എഴുതുക. ബൈനറി ഓഫ് 5. 5ന്റെ ബൈനറി പറഞ്ഞാൽ 8 ബിറ്റ് റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതുക? 0 0 0 0 0 1 0 1. ഇതാണ് 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ എഴുതുക. 32 ബിറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒക്കെ 0 ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ 8 ബിറ്റിലാണ് ക്യാരക്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 1 ബൈറ്റ് റെപ്രസെന്റേഷനിൽ 5 ഇങ്ങനെ ആയിരിക്കും വരിക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ കോംപ്ലിമെന്റ് എഴുതുക. അതായത് ഫ്ലിപ്പ് ദി ബിറ്റ്സ്. അതായത് 0 ഇപ്പൊ എഴുതിയ 5ന്റെ പോസിറ്റീവ്, അതായത് -5ന്റെ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം പോസിറ്റീവ് 5ന്റെ ബൈനറി വാല്യൂ എഴുതുക. അതിനുശേഷം അതിന്റെ ബിറ്റ്സ് ഫ്ലിപ്പ് ചെയ്യുക, അതായത് കോംപ്ലിമെന്റ്. 0 ഉള്ളത് 1 ആക്കുക. 1 1 1 1 1 1 ഉള്ളത് 0 ആക്കുക. 0 1 0. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ആഡ് 1. ആഡ് 1 പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ കോംപ്ലിമെന്റ് ഇല്ലേ, അത് കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ 1ന്റെ ബൈനറി പറഞ്ഞാൽ നമുക്ക് 8 ബിറ്റിൽ എഴുതാൻ 0 0 0 0 0 0. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ കോംപ്ലിമെന്റും 1ഉം കൂടി ആഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 0 1 കൂടി ആഡ് ചെയ്താൽ 1, 1ഉം 0 കൂടി ആഡ് ചെയ്താൽ 1. 0 1 1 1 1 1. ഇതാണ് -5ന്റെ ബൈനറി വാല്യൂ. എങ്ങനെയാണ് നമുക്ക് -5ന്റെ ബൈനറി വാല്യൂ എഴുതുക? നമുക്ക് വേറെ ഒന്ന് നോക്കി നോക്കാം. -10ന്റെ എഴുതണം വിചാരിക്കുക. -10ന്റെ എഴുതണമെങ്കിൽ ആദ്യം ബൈനറി ഓഫ് 10, ബൈനറി വാല്യൂ ഓഫ് 10ന്റെ എഴുതുക. 10ന്റെ ബൈനറി പറഞ്ഞാൽ 0 0 0 0 1 0 1 0. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ കോംപ്ലിമെന്റ്. അത് 50 ബിറ്റ്സ്. 0 ഉള്ളത് 1 ആക്കുക, 1 ഉള്ളതൊക്കെ 0 ആക്കുക. ഇനി നമുക്ക് അതിൽ കൂടെ ആഡ് 1 ആഡ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ കോംപ്ലിമെന്റ് കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ബാക്കിയുള്ള ബിറ്റൊക്കെ 0 ആയിരിക്കും. 1ന്റെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1ഉം 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. 0 ആൻസർ കിട്ടും. പിന്നെ ക്യാരി 1 കിട്ടും. 1ഉം 0 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. പിന്നെ വീണ്ടും 1 0 1 1 1 1. ഇതാണ് -10ന്റെ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ഉള്ള ബൈനറി വാല്യൂ. ഇത് നമുക്കൊരു വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റില്, ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതിനെ സൈൻ ബിറ്റ് എന്ന് പറയും. നമുക്ക് സൈൻ പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ കണ്ടുപിടിക്കുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് വാല്യൂ 1 ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അതായത് സൈൻ ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സൈൻ ബിറ്റ് പോസിറ്റീവ് അല്ല 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇപ്പൊ കിട്ടിയ -10 അതിന്റെ സൈൻ ബിറ്റ് 1 ആണ്, അപ്പോ അത് നെഗറ്റീവ് വാല്യൂ. അതേപോലെ -5ന്റെ സൈൻ ബിറ്റ് 1 ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ സൈൻ ബിറ്റ് കണ്ടാൽ തന്നെ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണോ പോസിറ്റീവ് വാല്യൂ ആണോ മനസ്സിലാവും. ഇനി നമുക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ് നമ്പർ കിട്ടിയിരിക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇതന്നെ എടുക്കുകയായിരിക്കും. 1 1 1 1 1 0 1 1. നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലാവും. ഒരു ബൈനറി നമ്പർ തന്നു. ഈ ബൈനറി നമ്പർ ഏത് നെഗറ്റീവ് നമ്പറിന്റെ ആണ്, അതായത് ഇതിന്റെ റിവേഴ്സ്. നമ്മൾ ആദ്യം -5ന്റെ നെഗറ്റീവ് നമ്പർ എഴുതി കഴിഞ്ഞു. നമുക്ക് വേറൊരു സാഹചര്യം വന്നിരിക്കുക. ഒരു ബൈനറി നമ്പർ തന്നു. ആ ബൈനറി നമ്പർ നെഗറ്റീവ് നമ്പർ ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണ്. പക്ഷെ ഏത് നെഗറ്റീവ് നമ്പറിന്റെ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അതിനുള്ള സ്റ്റെപ്പാണ്. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ അവിടെയുള്ള വാല്യൂ മാത്രമാണ് നെഗറ്റീവ്, ബാക്കിയുള്ള വാല്യൂസ് മൊത്തം പോസിറ്റീവ്. അപ്പൊ ഇവിടെ 2 to the power അതൊക്കെ ബൈനറി വാല്യൂസ് അല്ലേ. അപ്പൊ ഇവിടുത്തെ വാല്യൂസ് എങ്ങനെ എഴുതിയാൽ 2 to the 0, 2 to the power 1, 2 to the power 2, 2 to the power 3, 2 to the power 4, 2 to the power 5, 2 to the power 6, 2 to the power 7. ഈ ഏറ്റവും ലാസ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആ വാല്യൂന് മാത്രം മൈനസ് കൊടുക്കുക. -1 into 2 to the power 7.
അതായത് 128. പിന്നെയുള്ള വാല്യൂസിനൊക്കെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. പിന്നെയുള്ള വാല്യൂ എന്താ? 1 into എത്ര? 1 into 2 to the power 6, 64. പിന്നുള്ളത് ഒക്കെ 1 ആണ്. അപ്പൊ ജസ്റ്റ് 32 എഴുതിയാൽ മതി. 32 പിന്നെ 16, 32 16. പിന്നത്തെ വാല്യൂ എത്ര? 8. പിന്നത്തെ വാല്യൂ ഇല്ല. പിന്നത്തെ വാല്യൂ 2ഉം 1ഉം ആണ്. 8 plus 2 plus 1. അപ്പൊ -128 plus 64 32 96 plus 16 8 24 2 3 1 3 96 124 120 123 123 123 കിട്ടി. -128 കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -5 ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമുക്കൊരു നെഗറ്റീവ് ബൈനറി വാല്യൂ കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ സാധനം തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 1 1 1 1 ആ വാല്യൂ എത്രയായിരുന്നു? -5ന്റെ ഒരു 1 കൂടി ഇട്ട് കൊടുക്കുക. 1 0 1 1. ഇതാണ് -5ന്റെ ബൈനറി വാല്യൂ. ഇത് കണ്ടുപിടിക്കുന്നത് നമുക്കില്ലേ ഈ 8ാമത്തെ വരെ പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ 1 കണ്ടു കഴിഞ്ഞാൽ കണ്ട പഠിപ്പിച്ച് 5 1 ആണ് ഇവിടെ വന്നുള്ളത്. അപ്പൊ ഇവിടുന്നാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 4 ബിറ്റിൽ നിന്ന് നമ്മൾ വാല്യൂ എഴുതുക. 1 0 1 1. ഇതപ്പോ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആയിട്ട് എടുക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാതും കറസ്പോണ്ടിങ് 1 1 ആയിട്ട് വരുന്ന ആ പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഇവിടെ 5 1 അടുപ്പിച്ച് പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എടുക്കുക. അപ്പൊ 4 ബിറ്റുള്ള റെപ്രസെന്റേഷൻ ആണ് -5ന്റെ വാല്യൂ. ഇപ്പൊ ഇവിടുത്തെ വാല്യൂ എത്ര വരിക? 2 to the power 0, അതായത് 1 വരും. 2 to the power 1 2, 2 to the power 2 പറഞ്ഞാൽ 4, 2 to the power 3 പറഞ്ഞാൽ 8. ഇപ്പൊ ഈ ആദ്യത്തെ വാല്യൂ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ. അപ്പൊ ആദ്യത്തെ വാല്യൂന് മാത്രം -1 into 8 കൊടുക്കുക. ബാക്കിയുള്ളതിനൊക്കെ പോസിറ്റീവ് ആയിട്ട് കൊടുക്കുക. 4 2 1. അപ്പൊ എത്ര കിട്ടുക? ഈ 4 വരില്ല കേട്ടോ. 4ന്റെ അവിടെ 0 ആണ്. അപ്പൊ 4 വരില്ല. അപ്പൊ -8 plus 2 plus 1 is equal to -8 plus 3 is equal to -5. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇങ്ങനെ 8ാമത്തെ വരെ പോകേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി എളുപ്പത്തിൽ വല്ല MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാണെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഈ വാല്യൂ -10 ഇട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 1 1 1 1 0 1 1 0. ഇതാണ് -10ന്റെ ബൈനറി വാല്യൂ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു ബൈനറി വാല്യൂ തന്നിരിക്കുക. ഇത് ഏത് ബൈനറി വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 8 എണ്ണത്തിന്റെ ആവശ്യം അറ്റം വരെ പോകേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ കണ്ടിന്യൂസ് 1 ലെഫ്റ്റ് സൈഡിലേക്ക് എവിടെയാണ് പോകുന്നത് അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ -10ന്റെ വാല്യൂ 5 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെ ആയിരിക്കും. 1 0 1 1 0. അപ്പൊ വാല്യൂ ഇട്ട് കൊടുക്കുക. 1 2 4 8 60. ഇനി ഇവിടെയുള്ള 1 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. അതായത് സൈൻ ബിറ്റ്. ആ സൈൻ ബിറ്റിന്റെ അവിടെ മാത്രം അവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് -1 into 16. പിന്നത്തെ വാല്യൂ എത്രയാണ്? 0 ആണ്. -1 into 16. പിന്നത്തെ വാല്യൂ പറഞ്ഞാൽ 0. പിന്നത്തെ വാല്യൂ പറഞ്ഞാൽ 4. പിന്നത്തെ വാല്യൂ പറഞ്ഞാൽ 2. പിന്നത്തെ വാല്യൂ പറഞ്ഞാൽ 0. അപ്പൊ -16 plus 4 plus 2 പറഞ്ഞാൽ 6 is equal to -10. അപ്പൊ അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വേറൊരു ബൈനറി എഴുതട്ടോ. അപ്പൊ നെഗറ്റീവ് ആണ് കാണാൻ വേണ്ടിട്ട് ഫസ്റ്റ് 1 കൊടുത്തു. 1 1 1 1 1 0 1 0. ഇതാണ് നമ്മുടെ ബൈനറി വാല്യൂ. പക്ഷെ ഇത് ഏത് നെഗറ്റീവ് സംഖ്യ നമുക്ക് അറിയില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടോ അവിടെ കണ്ടിന്യൂസ് 5 വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ അറ്റം വരെ നമ്മൾ ചെയ്യേണ്ടി വരും. അറ്റം വരെ ചെയ്യുകയാണെങ്കിൽ ടൈം എടുക്കും. അതായത് ഇങ്ങനെ ചെയ്യുക. അതായത് ആദ്യത്തെ വാല്യൂ 1 അല്ലേ. ഈ 1ന് പകരം -1 into 128 plus 64 plus 32 plus 16. എത്രയായി? 32 16. പിന്നെ 8. പിന്നത്തെ വാല്യൂ 0 ആയതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. പിന്നത്തെ വാല്യൂ 2. പിന്നത്തെ വാല്യൂ 0. ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ആൻസർ എത്ര വരിക? -1 into 128 പറഞ്ഞാൽ -20 128 64 32 96 96ഉം 16ഉം 112 120 122. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ -6 ആണ് വരിക. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബിറ്റിൽ നമുക്ക് ഈ വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് 1 0 1 0. ഇതാണ് 4 ബിറ്റിലായിട്ട് റെപ്രസെന്റേഷൻ. അപ്പൊ ഇവിടുത്തെ വാല്യൂ 1, ഇവിടുത്തെ വാല്യൂ 2, ഇവിടുത്തെ വാല്യൂ 4, ഇവിടുത്തെ വാല്യൂ 8. ഈ ആദ്യത്തെ വാല്യൂ സൈൻ ബിറ്റ് ആയതുകൊണ്ട് അതിന് മൈനസ് വാല്യൂ കൊടുക്കുക. -1 into 8. ഇന്നത്തെ വാല്യൂ 0 ആയതുകൊണ്ട് അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. പിന്നത്തെ വാല്യൂ 1, അവിടുത്തെ വാല്യൂ എത്ര? 2 ആണ്. 1 കൊടുത്ത് 2. പിന്നത്തെ വാല്യൂ 0 ആണ്. അപ്പൊ അവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ -8ഉം 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? -6. അപ്പൊ അങ്ങനെ നമുക്ക്
ഒരു നെഗറ്റീവ് ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഏത് നെഗറ്റീവ് സംഖ്യയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ മെത്തേഡ് അല്ലാണ്ട് വേറെ രീതിയിൽ നമുക്ക് ഒരു നെഗറ്റീവ് ബൈനറി നമ്പർ കിട്ടി കഴിഞ്ഞാൽ അത് ഏത് ബൈനറി നമ്പർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവിടെ നെഗറ്റീവ് ബൈനറി നമ്പർ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവാൻ കാരണം അവിടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ വാല്യൂ 1 ആണ്. അതിന്റെ അർത്ഥം നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതുക. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ഉള്ള ബിറ്റൊക്കെ 0 ആക്കുക, 0 ഉള്ള ബിറ്റൊക്കെ 1 ആക്കുക. അപ്പൊ 1 ഉള്ള ബിറ്റൊക്കെ 0 ആക്കിയാൽ 0 0 0 0 0 1 0 1. ഇതാണ് അതിന്റെ കോംപ്ലിമെന്റ് എടുത്തത്. ഇനി അതിൽ കൂടെ 1 ആഡ് ചെയ്യുക. നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു നെഗറ്റീവ് സംഖ്യയുടെ ബൈനറി നമ്പർ എഴുതില്ല. ആ മെത്തേഡ് തന്നെ ഇതിനും ഇടയ്ക്ക് ഇതിലും എഴുതുക. അതായത് 1 ഉള്ള വാല്യൂസ് ഒക്കെ 0 ആക്കുക, 0 ഉള്ള വാല്യൂസ് ഒക്കെ 1 ആക്കുക. അതിനുശേഷം അതിൽ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ കോംപ്ലിമെന്റിൽ കൂടെ 1 ആഡ് ചെയ്യുക. 1 ആഡ് 1. അപ്പൊ 1ന്റെ ബൈനറി പറഞ്ഞാൽ 1 0 0 0 0 0 0 0. ഇതാണ് അതിന്റെ വാല്യൂ. ഇനി 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും, ക്യാരി 1 കിട്ടും. 1 0 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1 0 0 0 0 0. ഇപ്പോഴുള്ള വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതിന്റെ ജസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ മതി. അതായിരിക്കും കറക്റ്റ് വാല്യൂ. ഇതിന്റെ വാല്യൂ എത്ര പറഞ്ഞാൽ 2 1 2 4 2ഉം 4ഉം കൂടി ആഡ് ചെയ്യുക. 1ന്റെ അവിടെ 0 ആണ്. അപ്പൊ 4ഉം 2ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6ന്റെ ബൈനറിയാണ്. അപ്പൊ ശരിക്കുള്ള നെഗറ്റീവ് ഈ ഒരു ബൈനറിയുടെ കറക്റ്റ് നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ -6 ആയിരിക്കും. ഇതേപോലെ വേറെ ഒന്നും ചെയ്ത് നോക്കി നോക്കാം. 1 1 1 1 1 1 0 1. ഇതാണ് നമ്മുടെ വാല്യൂ ആയിരിക്കുക. അപ്പൊ ആദ്യം ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതുക. 1 ഉള്ള വാല്യൂസ് ഒക്കെ 0 ഒക്കെ എഴുതുക. 0 0 0 0 0 1 0. ഇനി ഇതാണ് ഇപ്പൊ കോംപ്ലിമെന്റ് കിട്ടിയത്. ഇനി ഇത് കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ 1ന്റെ വാല്യൂ പറഞ്ഞാൽ 0 0 0 0 0 0 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 0 0 0 0 0 0. 1 1 പറഞ്ഞാൽ ഏത് വാല്യൂടെ ബൈനറി നമ്പറാണ്? 3ന്റെ ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ -3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ വാല്യൂസ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയും ചെക്ക് ചെയ്യാൻ പറ്റും.